നാം എങ്ങനെ ആദരിക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടിക്ക് നാം എത്ര കണ്ട് വില കൊടുക്കുന്നു എന്നുള്ളതാണ്. ഉടമ്പടി എടുക്കുക, ഉടമ്പടിയുടെ പ്രാർത്ഥന ചൊല്ലുക, ഇങ്ങനെ ഉടമ്പടി പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു പോവുക, അതൊരു സാധാരണ രീതിയാണ്. എന്നാൽ അസാധാരണമായി ഉടമ്പടി ഞാൻ ആയിരിക്കുന്നത് കൊണ്ടും ജീവിക്കുന്നത് കൊണ്ടും എങ്ങനെയാണ് ആ ഉടമ്പടിക്ക് സവിശേഷമായൊരു മതിപ്പ്, വില എൻ്റെ ജീവിതത്തിലും എൻ്റെ മനോഭാവങ്ങളിലും പ്രവൃത്തികളിലും ഞാൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ എഴുത്താലയിൽ പറയുന്ന പല ഉടമ്പടി സാക്ഷ്യങ്ങളിലും ശ്രദ്ധേയമായി നമ്മൾ കാണുക, ആരൊക്കെയാണോ ഉടമ്പടിക്ക് സവിശേഷമായ മതിപ്പ് കൊടുക്കുക, വില കൊടുക്കുക, അവരുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ആത്മീയമായ വളർച്ചയും വലിയ ക്ലേശങ്ങളിലും വലിയ ദുരിതങ്ങളിലും അവരനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ ഒരു സാഹചര്യവുമാണ്. ഉടമ്പടി ഓരോരുത്തരെയും സ്പർശിക്കും, ഉടമ്പടി ഓരോരുത്തർക്കും അനുഗ്രഹമാകും. പക്ഷേ അത് ഉടമ്പടിയെ എങ്ങനെ നമ്മൾ ഓരോരുത്തരും മതിപ്പോടെ കാണുന്നു എന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അച്ഛൻ്റെ മനസ്സിൽ 2 മക്കളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുവാനായി ഞാൻ കരുതുന്നത്. ആദ്യത്തത് ജോമി സിറിൽ എന്ന മകളാണ്. അത് 2 പേരും 2 സാക്ഷ്യങ്ങളും കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ആദ്യത്തത് ജോമി സിറിൽ എന്ന മകളാണ്. ജോമി സിറിൽ പാരാമിലിറ്ററി ഫോഴ്സിൽ ട്രെയിനറായി ജോലി ചെയ്യുന്ന മകളാണ്. വളരെ ചെറുപ്പമുള്ള ഒരു സഹോദരി. അവിടെ ട്രെയിനർ ആയതുകൊണ്ട് ഫിസിക്കലി നല്ല ഫിറ്റാണ്. എന്നാൽ 1000-ഓളം വരുന്ന മക്കൾ ഓരോ തവണയും ട്രെയിനിങ്ങിന് വരുമ്പോൾ അവർക്ക് ആ ട്രെയിനിങ് നന്നായി കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ ആ മിലിറ്ററി ഫോഴ്സിലേക്ക് ചേർക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ജോമി സിറിൽ. അസാമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജോമി സിറിലിന് ഇങ്ങനെ വയറിൽ വേദന അനുഭവപ്പെടുന്നു. ആ മിലിറ്ററി ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിക്കുന്നു, കഴിക്കുന്നു, മാറുന്നു. വീണ്ടും അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നു, നോക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നീട് അത് വീണ്ടും വരുമ്പോൾ ജോമിക്ക് മനസ്സിലാവുന്നു, എല്ലാ ദിവസവും PT ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യുന്ന താൻ എല്ലാ ദിവസവും ശരീരം നന്നായി ഫിറ്റായി നിലനിർത്തിക്കൊണ്ട് അതിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന തനിക്ക് കൂടെ കൂടെ ഇത് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് അല്പം കൂടി ഗൗരവമുള്ള ഒരു ചെക്കപ്പ് ചെയ്യാം. അങ്ങനെ അതിന്റെ സ്കാനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ജോമി വിധേയാവുന്നു. അവള് ഒട്ടും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് കയ്യിലോട്ട് കിട്ടുന്നു. അവൾക്ക് ക്യാൻസറാണ്. 36-35 വയസ്സുള്ള മകള് ക്യാൻസറാണ്. ക്യാൻസർ ആണെന്ന് അറിയുന്നു. പെട്ടെന്ന് നാട്ടിലേക്ക് വിളിച്ച് ഭർത്താവിനോട് പറയുന്നു, ക്യാൻസർ ആണ്, റിസൾട്ട് ഇതാണ്. അത് അയച്ചു കൊടുത്തു. ഭർത്താവിന്റെ 2 സഹോദരങ്ങൾ, ഒരു പെങ്ങളും ഒരു സഹോദരനും നഴ്സുമാരാണ്. ഒരാൾ UK-യിലുണ്ട്, ഒരാൾ US-ലുണ്ട്. ആ രാത്രി തന്നെ ഈ 2 പേർക്കും ഇത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പോൾ കാര്യങ്ങൾ അല്പം കൂടി ഗൗരവമുണ്ടെന്ന് മനസ്സിലായി. ക്യാൻസർ 3rd സ്റ്റേജ് ആണ്, സ്റ്റൊമക്കിലാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എടാ ഇത് പ്രശ്നം ഗുരുതരമാണ്, കാരണം സ്റ്റൊമക്ക് മുഴുവനും നീക്കം ചെയ്യണം. അതാണ് പറയുന്നൊരു കാര്യം. സിറിൽ നാട്ടിലുള്ള പ്രധാനപ്പെട്ട 1-2 ആശുപത്രികളിൽ പോയി കാര്യങ്ങൾ റിസൾട്ട് കാണിച്ചു. അവർ പറഞ്ഞു, വേറൊന്നും ചെയ്യാനില്ല, സ്റ്റൊമക്ക് മുഴുവനും നീക്കം ചെയ്യണം. എന്ന് വെച്ചാൽ ജീവിതം മുഴുവനും തീരുകയാണ്, പ്രതീക്ഷകളെല്ലാം അവസാനിക്കുകയാണ്. രോഗം വളരെ ഗുരുതരാവസ്ഥയിൽ ബാധിച്ചുവെന്ന് സിറിലിന് മനസ്സിലാവുന്നു. ജോമിക്കത് കുറച്ച് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ദിവസം ഫ്ലൈറ്റ് കയറി ജോമി നാട്ടിലെത്തി. കയറുന്നതിന് മുമ്പ് തീരുമാനമെടുത്തു, ഇത് ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരിക്കും. വീട്ടിൽ വന്ന് നേരെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനം വരെ പോയി ഒന്ന് ഉടമ്പടി എടുക്കണം. ഉടനെ പുള്ളി പറഞ്ഞു, നമുക്ക് പോകാം. ആദ്യം 1-2 ആശുപത്രിയിൽ ഒന്ന് പോകണം. കോട്ടയത്തുള്ള പ്രധാന ഹോസ്പിറ്റലിൽ ചെന്നു, കാണിച്ചു.
അവിടെ ഡോക്ടർമാര് സ്കാനിങ്ങും മറ്റ് ബയോപ്സികളും കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നിർദ്ദേശിച്ചു. കാര്യങ്ങൾ ആദ്യത്തെ ഒരു പരിശോധന കഴിയുമ്പോൾ തന്നെ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലായി. വിദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, വേറെ എങ്ങും പോകണ്ട, RCCയിലേക്ക് തന്നെ പോവുക, എല്ലായിടത്തും ഓടി നടന്ന് അത് പ്രയാസമാക്കണ്ട. നേരെ RCCയിൽ ചെല്ലുന്നു. അവിടെ വീണ്ടും പരിശോധനകൾ ആദ്യം മുതൽ ആരംഭിച്ചു. പരിശോധനകൾ കഴിഞ്ഞു. അവിടെ ഒരു കാര്യം മാത്രം സിറിള് ഡോക്ടർമാരോട് പറഞ്ഞു, 2 ഫിലിം വേണം, 2 CD വേണം. എന്താ കാര്യം? എനിക്ക് സെക്കൻഡ് ഒപ്പീനിയന് പോകാനുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണം. വിദേശത്ത് കൊണ്ടുപോകണമെങ്കിൽ അതിനുവേണ്ടിയും എനിക്ക് തയ്യാറാവാനുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണം. അങ്ങനെ RCCയിലെ പരിശോധന കഴിഞ്ഞ ഡോക്ടർ ജോൺ ഈ സിറിളിനെ അകത്തേക്ക് വിളിച്ചു. സിറിനോട് പറഞ്ഞു, ഇത് സ്റ്റൊമക്കിനുള്ളിലുള്ള ക്യാൻസർ ആണ്. ചികിത്സ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനിപ്പോ ഇല്ല. ഈ സ്റ്റൊമക്ക് റിമൂവ് ചെയ്തു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതവിടെ ബാധിച്ചത് മാറ്റാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് 20 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന ക്യാൻസർ ആണ്, റയറസ്റ്റ് ആണ്. ഇതിന് പ്രശ്നം അതിവേഗം ഇത് സ്പ്രെഡ് ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോൾ ഈ കേസ് 4th സ്റ്റേജ് ആകും. ഇത് മാക്സിമം 1 വർഷം വരെ ജീവിതം കിട്ടിയേക്കാം, ജീവൻ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. അത്യാവശ്യം ഇതിങ്ങനെ ആളുടെ ജീവൻ മരണം വരെ നിലനിർത്തുവാൻ മാത്രമേ നമുക്ക് ഉള്ളൂ. ഇത് ഇത്രയും സുരനോട് പറയും. ജോമിയോട് ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം പാതി ചത്ത മനസ്സുമായി എത്തിയ വ്യക്തിയോട് ബാക്കി കൂടി പറഞ്ഞാൽ ആകെ ഗുരുതരാവസ്ഥയാവും. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ ജോമി വീണ്ടും സുരനോട് പറഞ്ഞു, കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഒരു 19-ാം തീയതി കീമോ തുടങ്ങാം. അതൊരു 17-ാം തീയതി 2 പേരും കൂടി ഇവിടെ വന്നു. അപ്പോ സുരള് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം. ഉടനെ ജോമി പറയും, ഇല്ല, ഇത് ഞാൻ തന്നെ എടുക്കാൻ പോവുകയാണ്. സുരള് പറയും, നിനക്ക് സുഖമില്ല, ഇതെല്ലാം പാലിക്കാൻ പറ്റത്തില്ല. ഉടനെ ജോമി പറയും, ഇല്ല, ഇത് ഞാൻ എടുത്ത് ഞാൻ ജീവിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ ഉടമ്പടി എടുക്കണം. അങ്ങനെ അപൂർവ ക്യാൻസർ രോഗം വളരെ ഗുരുതരമായി ബാധിച്ച് നടക്കുവാൻ പോലും ആവാതെ വളരെ ക്ഷീണിതയായ ജോമി ഇത് ഉടമ്പടി അന്നെടുക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിലേക്ക് ജീവിതം തുടങ്ങുന്നു. അച്ഛനെ അന്ന് കണ്ടിരുന്നു. അച്ഛന് കൈവെപ്പ് ശുശ്രൂഷയും പ്രാർത്ഥനയും കൊടുത്തിരുന്നു. തിരികെ അവര് RCCയിലേക്ക് കീമോയ്ക്ക് വേണ്ടി പ്രവേശിച്ചു. കീമോയ്ക്ക് ചെല്ലുമ്പോ ഡോക്ടർ സിറിലിനോട് പറഞ്ഞു, വയറിപ്പോ സ്റ്റൊമക്ക് മൊത്തം എടുത്ത് മാറ്റണ്ട, മാറ്റിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല, പിന്നെ കൂടുതൽ ക്ലേശങ്ങൾ കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് സ്റ്റൊമക്ക് മാറ്റാതെ കീമോ തുടങ്ങി ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഒന്ന് ഓർക്കണം, ഗുരുതരാവസ്ഥയാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, മാക്സിമം 1 വർഷം ആയുസ് ഉണ്ടാവും. എന്നിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. ഇത് ജോമി ആകെ ചെയ്തുകൊണ്ടിരുന്നത് നന്നായി അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു. കാരണം ജോമി പെട്ടെന്ന് വരാൻ കാരണമുണ്ട്. RCCയിൽ ചെന്ന് അവിടെ ഭർത്താവ് അകത്തെ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ പുറത്തിരിക്കുന്ന ഒരു സഹോദരി ജോമിയോട് പറയുന്നുണ്ട്, മകളെ, നിന്റെ ക്യാൻസർ രോഗം 3rd സ്റ്റേജ് ആണെങ്കിലും നീ ആദ്യം പോയി ഉടമ്പടി എടുക്കണം. ഇവിടെ മരുന്ന് കൊണ്ടൊന്നുമല്ല കാര്യം, നീ ആദ്യം പോയി ഉടമ്പടി എടുക്കണം. ഉടമ്പടി എടുത്തിട്ട് ഇതിന്റെ ചികിത്സ തുടങ്ങാവൂ. കാരണം അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരമുണ്ട്. അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരമുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർ നിന്നോട് എന്ത് പറഞ്ഞാലും ചികിത്സ തുടങ്ങും മുമ്പ് നീ പോയി ഉടമ്പടി എടുക്കണം. അങ്ങനെയാണ് 17-ാം തീയതി ആശുപത്രിയിൽ നിന്ന് നേരെ ഇവിടെ എത്തി ഉടമ്പടി എടുത്ത് 19-ാം തീയതി ചികിത്സ ആരംഭിക്കുന്നത്. ചികിത്സ തുടങ്ങി. ജോമി പറയും, എനിക്ക് മുടിയൊന്നും കൊഴിയുന്നില്ലായിരുന്നു, എനിക്ക് ശാരീരികമായി വലിയ പ്രശ്നങ്ങളൊന്നും ആദ്യം അനുഭവിക്കുന്നില്ലായിരുന്നു, വളരെ കൂടിയ കീമോയാണ് നൽകുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. 6 മാസത്തോളം കീമോ ഉണ്ടായിരുന്നു. 6 മാസത്തോളം കീമോ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ തവണയും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന നന്നായി തന്നെ എത്ര ക്ഷീണമുണ്ടെങ്കിലും ചൊല്ലുമായിരുന്നു, വചനം വായിക്കുമായിരുന്നു. വചനം എനിക്ക് നോക്കുവാൻ കണ്ണ് നേരെ നിൽക്കുന്നില്ലെങ്കിൽ
ഞാനത് ഓഡിയോ കേൾക്കുമായിരുന്നു. ഓഡിയോ കേൾക്കുവാൻ ചെവിക്കെനിക്ക് വേദനയുണ്ടെങ്കിൽ ഞാൻ ചേട്ടനോട് പറയും, എൻ്റെ അടുത്തിരുന്നൊന്ന് ബൈബിൾ വായിക്കുന്ന ചേട്ടനെ കൊണ്ട് ഞാൻ വായിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതം ഞാൻ പൂർണ്ണമായും എൻ്റെ അമ്മ മാതാവിനെ സുഖപ്പെടുത്തുമെന്ന പ്രത്യാശയോടുകൂടി ഞാൻ ജീവിച്ചു തുടങ്ങി. സിറിൾ പറയും, ഞങ്ങളിങ്ങനെ ഈ ശനിയാഴ്ച വരെ കീമോയാണ്, ഞായറാഴ്ച ദിവസമാണ് ഫ്രീ ഉള്ളത്. ഈ ഞായറാഴ്ച ഞങ്ങളിങ്ങനെ രാവിലെ ഇവൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു വീട് ചെറിയൊരു വീട് വാടകയ്ക്കെടുത്ത് മറ്റൊരാളെ പോലും കാണാതെ, ആരെയും കാണരുത്, പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ താമസിക്കുകയാണ്. കുഞ്ഞുമക്കൾ അവര് നാട്ടിലുണ്ട്, 4ാം ക്ലാസ്സിലും ഏതാണ്ട് 1ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കൾ നാട്ടിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ താമസിക്കുകയാണ്. ഞായറാഴ്ചയാകുമ്പോ ഞാൻ ഒരു കണക്കിന് ഇവരുടെ ഭക്ഷണം ചെയ്തു കൊടുക്കുന്നു. ഞായറാഴ്ചയാകുമ്പോൾ ജോമി പറയും, ഇന്ന് ഭക്ഷണം കൊടുക്കേണ്ട ദിവസമാണ് പാവങ്ങൾക്ക്. കാരണം ഇന്ന് RCC ക്യാൻറ്റീൻ ഇല്ല, ഒത്തിരി പേർ ഭക്ഷണമില്ലാതെ അവിടെ വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഉടനെ സിറിൽ പറയും, അത് കുഴപ്പമില്ല, കടയിൽ നിന്ന് നമുക്ക് വാങ്ങി കൊടുക്കാം. ജോമി പറയും, അത് പറ്റില്ല, ഭക്ഷണം നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് നിങ്ങൾ എങ്ങനെ ഉടമ്പടിയെ പ്രത്യേക മതിപ്പോടുകൂടി കാണുന്നു എന്ന് ചോദിച്ചതിന് കാരണം. ഉടമ്പടിക്ക് എന്ത് വില കൊടുക്കുന്നു? ക്ലേശകാലമാണ്, രോഗാവസ്ഥയാണ്, തലപോലും നേരെ നിൽക്കാത്ത അവസ്ഥയാണ്. അപ്പോഴും ജോമി പറയും, ഞാൻ കൂടുകയാണ് കൂടെ, ഞാൻ ഭക്ഷണം തയ്യാറാക്കാൻ ഞാൻ കൂടെ കൂടുകയാണ്. എന്നിട്ട് ജോമി പറയുന്നുണ്ട്, ആ 6 മാസക്കാലവും എല്ലാ ഞായറാഴ്ചകളിലും 10, 40, 50 പേർക്ക് ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കും. ഈ അച്ചായൻ എനിക്ക് എല്ലാം അരിഞ്ഞ് ഒതുക്കിയൊക്കെ തരും. ഞാൻ അതൊക്കെ കൂടെ വേണ്ടതുപോലെ ചേർത്ത് വെച്ച് അത് ഭക്ഷണമാക്കി കൊടുത്തു വിടും. ഓരോ ആഴ്ചയിലും എന്റെ ശരീരം നുറുങ്ങിക്കൊണ്ടിരുന്നപ്പോഴും, ഞാൻ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരുന്നപ്പോഴും, ഞാൻ വല്ലാതെ ക്ലേശത്തിലായപ്പോഴും ഒട്ടും മടി കൂടാതെ ഞാൻ ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നു. അത് എന്റെ ഉടമ്പടിക്ക് ഞാൻ കൊടുത്തന്റെ ആദരവാണ്. എന്റെ ഉടമ്പടിക്ക് ഞാൻ കൊടുത്തന്റെ ആദരവാണ്. കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതിന് ആരെയെങ്കിലും ഏൽപ്പിക്കലല്ല, അതിന്റെ ആ കഠിനതയിൽ നിന്ന് എനിക്ക് മാത്രമല്ല, ഞാൻ കൂടെ പങ്കുചേർന്നുകൊണ്ട് അത് ചെയ്യുവാനായിട്ട് ഓരോ ആഴ്ചയിലും ഞാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അതെനിക്ക് അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഉടമ്പടിയിലായിരിക്കുമ്പോ ജീവിതത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് നിശ്ചയമായി നമ്മളൊന്ന് ആലോചന ചെയ്യേണ്ട വിഷയമാണ്. ഇതിങ്ങനെ നിരന്തരമായ RCCയിൽ ഞായറാഴ്ച ദിവസം ക്യാൻറ്റീൻ ഇല്ലാത്തപ്പോൾ ഈ ഭക്ഷണം ഭാര്യയും ഭർത്താവും കൂടെ തയ്യാറാക്കി അവിടെ കൊടുക്കുന്നത് ചെയ്തുകൊണ്ടിരുന്നു. അടുത്തത് ജോമി പറയും, എന്നെ അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ തീരുമാനമെടുത്തു, ഒരു കുർബാന പോലും ഞാൻ മുടക്കത്തില്ലെന്ന്. കാരണം അവിടെ എനിക്ക് രോഗപ്രതിരോധ ശേഷി കുറവുള്ളത് കൊണ്ട് ആരോടും സമ്പർക്കം പാടില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പോയില്ല. വീട്ടിലെത്തി അന്ന് ഞാൻ സിറിലിനോട് പറഞ്ഞു, നമ്മൾ കുർബാനയ്ക്ക് പോവുകയാണ്. കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരവും രക്തവും വഴി കിട്ടുന്ന സൗഖ്യത്തെക്കാൾ വലുതൊന്നും ഒരു മരുന്നിനും എനിക്ക് തരാനില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന ദിവസം മുതൽ ഈ ഇന്നിവിടെ അത്താഴയിൽ നിൽക്കുന്ന ദിവസം വരെ ഒരു ദിവസം പോലും ഞാൻ കുർബാന മുടക്കിയില്ല. കാരണം എന്റെ കർത്താവിന്റെ ബലിയിൽ എന്റെ കണ്ണീരും എന്റെ രോഗവും ചികിത്സയില്ലാത്ത സാഹചര്യങ്ങളും കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കുകയും ഈശോയെ സ്വീകരിക്കുമ്പോൾ എനിക്കറിയാം അതൊരു ഔഷധമാകുന്നുവെന്ന്, അതെന്നെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന്, അതെന്റെ കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുവെന്ന്, അത് മരുന്നില്ലാത്ത രോഗത്തിന് മരുന്നായി തീരുകയും എന്നെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ജോമി ഭർത്താവും കൂടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 2 ആഴ്ച മുമ്പ് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തു, ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, രോഗം കൺട്രോൾഡാണ്, നന്നായി മാറിയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല, ഇപ്പൊ പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോഴും പേടിയുണ്ടായിരുന്നു, ജോലിക്ക് പോകാൻ പറ്റുമോ? ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം.
ഡോക്ടർ ചോദിച്ചു, എന്തിനാ ഇപ്പോ? ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിക്ക് കയറണം. അത് ഒട്ടും പ്രതീക്ഷിച്ച് ചോദിച്ചതല്ല. ആകെയുള്ള ബലം എന്റെ അമ്മ മാതാവ് എന്റെ രോഗത്തെ സൗഖ്യപ്പെടുത്തിയെന്ന് ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ എനിക്ക് ഡോക്ടറിൽ നിന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയാണ്, വേറെ ഒന്നിനുമല്ല. എനിക്ക് ഈ കൃപാസനത്തിന് വന്ന പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമെന്ന് എന്റെ ജീവിതത്തെ കുറിച്ച് പറയണമെങ്കിൽ ഡോക്ടർ എനിക്ക് ഔദ്യോഗികമായ രേഖ തരണം. ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് എന്നെ മുഖത്ത് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, എഴുതാൻ തടസ്സമൊന്നുമില്ല, നിനക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് അവരെ 2-3-4 ഡോക്ടർമാർ ചേർന്ന് എന്നെ പരിശോധിച്ചവരെല്ലാവരും കൂടി എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു. ഞാൻ അതുകൊണ്ട് പോയി ആസാമിൽ കൊടുത്തു, ജോലിക്ക് പ്രവേശിച്ചു. പിന്നീട് അല്പം കൂടി ഒന്ന് ബലം പ്രാപിക്കുവാൻ വേണ്ടി ഒരു 6 മാസത്തേക്ക് ലീവ് എഴുതി കൊടുത്തു. എന്നിട്ട് ഈ എൽത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, 1 വർഷത്തിൽ താഴെ ജീവിക്കുമെന്ന്, രോഗത്തിന് മരുന്നില്ലെന്ന്, 20 ലക്ഷത്തിന് ഒരാൾക്ക് മാത്രം വരുമെന്ന് പറഞ്ഞ ക്യാൻസർ സൗഖ്യപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 1.25 വർഷം എത്തിയിട്ട് മകൾ അൽത്താരയിൽ നിന്ന് പറയുന്നു, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു കാരണം എന്റെ അമ്മ മാതാവ് സത്യമായും പൂർണ്ണമായും എല്ലായിടത്തും സന്നിഹിതയായി ജീവൻ കൊണ്ട് ജീവൻ പകർന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.